സ്ഥിരമായി ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് വ്യത്യസ്തമായി ചോറിനൊപ്പം കഴിക്കാൻ തൈരും മുളകും ചേർത്ത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം. വീട്ടിൽ തന്നെ ലഭ്യമായ ഏതാനും ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തൈര് കൊണ്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പി പരിചയപ്പെടുത്തുന്നു. റോസ്റ്റ് റെസിപ്പി ബൈ വത്സത്തമ്പി. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. ഇത് നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നെടുകെ പിളർന്നതായിരിക്കണം. അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. വാടി കിട്ടിയാൽ മതി. പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വരണം. നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകിയ രീതിയിൽ വേണം നമ്മളിത് വാങ്ങാൻ. ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഓണത്തിന് വ്യത്യസ്തമായ പുളിശ്ശേരി ചൂട് ചോറിനൊപ്പം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.